ഓക്കെ, നമുക്കിന്ന് മീറ്റേഴ്സ് നോക്കാം. മീറ്റേഴ്സിൽ ഞാൻ 2 PDF അയച്ചിട്ടുണ്ടായിരുന്നു. 2 PDF ഫസ്റ്റ് PDF നടന്നത് ക്വസ്റ്റ്യൻസൊക്കെ, പിന്നെ രണ്ടാമത്തെ PDF 2 പേജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പിന്നെ അടുത്ത ടോപ്പിക് കൂടെ കൂടി നോക്കാം. അത് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഒരു 55, 53, 54 ക്വസ്റ്റ്യനേ ഉള്ളേ. ഓക്കെ, പെട്ടെന്ന് ആൻസർ പറഞ്ഞോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഞങ്ങളുടെ ക്ലാസ്സിൽ കുറച്ചുകൂടെ കൂടുതൽ കാണാം. ഇപ്പോൾ ഓണത്തിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞല്ലോ. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ മീറ്റർ? To generate electrical quantities, to measure electrical quantities such as voltage, current and resistance, to amplify electrical signals, to store electrical energy. എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്തോട്ടോ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എന്തായിരുന്നു ആൻസർ? ടു മെഷർ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി സച്ച് ആസ് വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ മീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദ സ്മോളസ്റ്റ് ഡിവിഷൻസ് ഓൺ ദ മീറ്റർ സ്കെയിൽ? മീറ്റർ സ്കെയിലിലെ ഏറ്റവും സ്മോളസ്റ്റ് ഡിവിഷൻ്റെ പേരെന്താ? മെയിൻ സ്കെയിൽ ഡിവിഷൻ MSD എന്നാണോ, സ്മോൾ സ്കെയിൽ ഡിവിഷൻ SSD എന്നാണോ, വോൾട്ടേജ് റേഞ്ച് എന്നാണോ, സ്കെയിൽ മാർക്കേഴ്സ് എന്താണ് അതിൻ്റെ പേര്? സ്മോളസ്റ്റ് ഡിവിഷൻ്റെ പേരെന്താ? സ്മോളസ്റ്റ് ഡിവിഷൻ്റെ പേരാണ് സ്മോൾ സ്കെയിൽ ഡിവിഷൻ SSD. സ്മോൾ സ്കെയിൽ ഡിവിഷൻ. വാട്ട് ആർ ദ മിനിമം സ്പെസിഫിക്കേഷൻസ് ദാറ്റ് എനി സിമ്പിൾ മീറ്റർ മസ്റ്റ് ഹാവ്? ദ വോൾട്ടേജ് സപ്ലൈ ആൻഡ് കറന്റ് ടൈപ്പ്, ദ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ഇറ്റ് ക്യാൻ മെഷർ ആൻഡ് ഇറ്റ്സ് മാക്സിമം മെഷറബിൾ ക്വാണ്ടിറ്റി, ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റേറ്റിംഗ്, ദ ഇൻപുട്ട് പവർ ആൻഡ് ഫ്രീക്വൻസി റേഞ്ച്. ഏതൊക്കെയാണ് വേണ്ടത്? ബിയിലെ ദ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് ഇറ്റ് ക്യാൻ മെഷർ ആൻഡ് ഇറ്റ്സ് മാക്സിമം മെഷറബിൾ ക്വാണ്ടിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ പോയിന്റർ B ഇൻ ദ മീറ്റർ മെക്കാനിസം? ടു ആംപ്ലിഫൈ ദ ഇൻപുട്ട് സിഗ്നൽ, ടു മൂവ് അക്രോസ് എ ഗ്രാജുവേറ്റഡ് സ്കെയിൽ ആൻഡ് ഇൻഡിക്കേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻപുട്ട്, ടു ജനറേറ്റ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്, ടു കൺട്രോൾ ദ ഇൻപുട്ട് കറന്റ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ടു മൂവ് അക്രോസ് ദ ഗ്രാജുവേറ്റഡ് സ്കെയിൽ ആൻഡ് ഇൻഡിക്കേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് അല്ലേ? ആ സ്കെയിൽ ഇങ്ങനെ ആ സ്കെയിൽ ഉണ്ട് നമ്മുടെ ആ സ്കെയിലിലെ പോയിന്റർ ഇങ്ങനെ മൂവ് ചെയ്തിട്ടാണ് നമ്മൾ അതിലെ വാല്യൂസ് മനസ്സിലാക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് സിമ്പിൾ മീറ്റേഴ്സ്? Meters are used to measure electrical quantities like voltage, current and resistance. The electrical parameters measured by a meter is indicated by the pointer on the graduated scale. Meters can only measure DC voltage. ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ? ഒന്നാമത്തെ രണ്ടാമത്തെ. മീറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോയിന്റർ, ആ ഗ്രാജുവേറ്റഡ് സ്കെയിലിലെ പോയിന്റർ മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ റീഡിങ് കിട്ടുന്നത്. DC വോൾട്ടേജ് മാത്രമല്ല നമുക്ക് മെഷർ ചെയ്യുന്നത്. അതാണ് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. റിഗാർഡിംഗ് ദ യൂസ് ഓഫ് സിംബൽസ് ഓൺ മീറ്റർ ഡയൽസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റ്? ദ സിംബൽ, ഈ സിംബൽ അല്ലേ, ഓൺ എ മീറ്റർ ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ക്യാൻ മെഷർ AC quantities. A meter with a V symbol measures DC voltages. A symbol B on the meter dial represents voltage measurement. ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ? V എന്ന് പറയുന്ന സിമ്പിൾ എന്താണ്? വോൾട്ടേജ് മെഷർമെന്റ് ആണ്. DC വോൾട്ടേജ് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സിമ്പിൾ എന്താണ്? AC-ന്റെ അല്ലേ? ഓക്കെ, അടുത്ത. Which statements correctly describes a scale on a simple meter? The meter scale has main scale divisions that indicate the range of measurable values. Each main scale division is further divided into smaller parts called small scale divisions. The maximum measurable value in the meter scale is determined by the range of main scale divisions. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം കറക്റ്റ് ആണല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
Which of the following statements is are true about the internal components of a meter? Internal components ആണ്. The input terminals receive the electrical quantity to be measured. The pointer movement over the graduated scale indicates the magnitude of the measured input. The dial plate on the meter is responsible for measuring the input quantity. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ? ഒന്നാമത്തെ രണ്ടാമത്തെയാണ് കറക്റ്റ്. ഡയൽ പ്ലേറ്റ് അല്ല മെഷർ ഇൻപുട്ട് ക്വാണ്ടിറ്റിയുടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? റെസ്പോൺസ് ഇൻപുട്ട് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയൽ പ്ലേറ്റ് അല്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിഗാർഡിംഗ് ദ മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആൻഡ് സ്മോൾ സ്കെയിൽ ഡിവിഷൻസ് ഓൺ എ മീറ്റർ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ആക്യുറേറ്റ്? Each main scale division on the meter scale corresponds to a specific value. Small scale divisions further divide each main scale divisions for finer readings. The number of main scale divisions determines the maximum range of the meter. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements are correct about the specifications of a meter? The maximum quantity a meter can measure is one of its key specifications. Meters are designed to measure only one electrical parameter. Symbols on the meter dial indicates the types of electrical quantities it can measure. ഏതാണ്? എ തന്നെയാണ് ആൻസർ. എ ആണ് കറക്റ്റ്. ഓൺലി വൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ മീറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബാക്കി 1ഉം 3ഉം കറക്റ്റാണ് അല്ലേ? മാക്സിമം ക്വാണ്ടിറ്റി മെഷർ ചെയ്യാന്നുള്ളത് അതിൻ്റെ ഒരു കീ സ്പെസിഫിക്കേഷനാണ്. സിമ്പിളാണ്. നമ്മളതിൻ്റെ പുറത്തുള്ള ആ സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസൊക്കെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which statements correctly describes the interpretation of meter readings? The position of the pointer on the scale represents the value of the measured quantity. A meter with the symbol can measure AC and DC voltages. The graduated scale allows users to measure values with a high degree of accuracy. ഏതാണ്? എ ആണല്ലേ? 1ഉം 3ഉം. ഇത് ഏതാണ്? എ സി മെഷർമെൻ്റ് ആണല്ലേ? എ സിനല്ലേ നമ്മൾ സിമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇഫ് ദ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് ദ മീറ്റർ ഇസ് 10 വോൾട്ട് ആൻഡ് ദെയർ ആർ 5 മെയിൻ സ്കെയിൽ ഡിവിഷൻസ്? 1 വോൾട്ട്, 2 വോൾട്ട്, 5 വോൾട്ട്, 10 വോൾട്ട്. അതായത് 10 വോൾട്ടാണ് നമ്മുടെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. അത് എത്ര ഡിവിഷൻസ് ഉണ്ട്? 5 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് പറഞ്ഞേ. 2 വോൾട്ട് അല്ലേ? 2 വോൾട്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 2 വോൾട്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കോമൺ സോഴ്സ് ഓഫ് എറർ ഇൻ മീറ്റേഴ്സ് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ആൻഡ് ക്യാൻ ബി കറക്റ്റഡ് യൂസിങ് എ സ്ക്രൂ? സീറോ ഡ്രിഫ്റ്റ്, റേഞ്ച് എറർ, മെക്കാനിക്കൽ സീറോ എറർ, കാലിബ്രേഷൻ എറർ. ഏതാണ്? ഏതാണ്? മെക്കാനിക്കൽ എറർ അല്ലേ? മെക്കാനിക്കൽ പ്രശ്നം കാരണമുള്ള എററാണ്, മെക്കാനിക്കൽ മൂവ്മെൻറ്റ് കാരണമുള്ള എററാണ് മെക്കാനിക്കൽ എറർ. അത് നമുക്ക് സ്ക്രൂ ഒക്കെ തിരിച്ച് കറക്റ്റാക്കാം. വാട്ട് ഷുഡ് ബി ഡൺ ബിഫോർ യൂസിങ് എ മീറ്റർ ഫോർ മെഷർമെൻറ്റ്സ് ടു ensure accuracy? Shake the meter vigorously, adjust the pointer to 0 using the position screw, place the meter horizontally on a flat surface, move the needle manually to check its flexibility. ഏതാണ്? നമ്മൾ ഫസ്റ്റ് തന്നെ 0യിൽ കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ ആ പോയിന്റർ നമ്മൾ 0യിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം. ഒരു സ്ക്രൂ ഉണ്ട്, പൊസിഷൻ സ്ക്രൂ, അത് തിരിച്ച് 0യിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following types of measuring instruments can be used to measure current? വോൾട്ട്മീറ്റർ, ഓംമീറ്റർ, അമ്മീറ്റർ, ക്ലാമ്പീറ്റർ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഏതാണ്? അമ്മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ കറണ്ടിനെ മെഷർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements are correct about the main scale divisions in meters? എന്താണ്? Each main scale division corresponds to 2 volt,
total definition of the full scale is used to determine the value of one MSD. Each MSD is further divided into small scale divisions. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓൾ ഓഫ് ദ എബോ. അടുത്ത ക്വസ്റ്റ്യൻ, regarding small scale divisions on a meter, which of the following statements are correct? SSD is the smallest unit a meter can accurately measure. SSD values are larger than MSD values. Each SSD on a meter corresponds to 0.1 volt. ഏതാണ്? എ ആണല്ലേ കറക്റ്റ്. എ ആണ് കറക്റ്റ്. SSD വാല്യൂസ് ലാർജർ ദാൻ MSD അല്ലല്ലോ, MSD വാല്യൂസ് അല്ലേ ലാർജർ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which statements are correctly describe the use of symbols on meter dials? The positive indicator symbol shows how the meter should be oriented during measurements. ഈ symbol, the symbol indicates the meter must be held horizontally. Symbols are used to identify both the electrical parameters and the type of measurement. ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1 and 3 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements is true about the meter zero settings and calibration? The mechanical zero error can be corrected using screw on the meter. Turning the screw in large amounts may permanently damage the meter. Calibration ensures that the meter displays exactly 0 volts when no voltage is applied. എല്ലാം കറക്റ്റ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, regarding the proper usage of a meter, which statements are accurate? The meter should be checked for free movements of the pointer before use. Holding the meter horizontally when a symbol is shown on the dial plate will result in accurate readings. Sticky pointers may indicate that the meter is unfit for accurate measurements. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ? ഒന്നാമത്തെ മൂന്നാമത്തെയാണ് കറക്റ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements are correct about the maximum and minimum values measured by the meter? The maximum value is equal to the full scale deflection on the right edge of the scale. The smallest value that can be accurately measured is determined by the SSD. The meter can measure values beyond the full scale if the input is calibrated. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ, which statements correctly describe the types of measuring instruments? An ammeter is used to measure current in a circuit. Voltmeters are designed to measure resistance. Multimeters can measure multiple parameters like voltage, current and resistance. ഏതാണ്? ആൻസർ എ ആണല്ലേ? വോൾട്ട്മീറ്റേഴ്സ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following instruments is used to measure electric current flowing through a circuit? Ammeter, voltmeter, ohmmeter, ammeter, multimeter. ഏതാണ് കറണ്ട് മെഷർ ചെയ്യുന്നത്? അമ്മീറ്റർ ആണ് അല്ലേ? In what configuration should an ammeter be connected to circuit? Parallel, series, across a power supply, across a resistor. എങ്ങനെ കണക്ട് ചെയ്യുന്ന അമ്മീറ്റർ? അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് സീരീസ് അല്ലേ? അമ്മീറ്റർ കണക്ട് ചെയ്യുന്ന സീരീസ്, വോൾട്ട്മീറ്റർ പാരലൽ. അടുത്തത്, which meter is designed to have high resistance to minimize loading effect? അമ്മീറ്റർ, ഓംമീറ്റർ, വോൾട്ട്മീറ്റർ, ക്ലാമ്പ് മീറ്റർ. ഏതാണ് ലോഡിംഗ് എഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? വോൾട്ട്മീറ്റർ ആണ് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് വെച്ചിട്ട് ലോഡിംഗ് എഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ.
What type of meter is shown in the image? It's not a tone tester. Tone tester എന്ന് പറഞ്ഞാൽ ഏതാ മീറ്റർ ആണ് വെച്ചിരിക്കുന്നത്? വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ക്ലാമ്പ് മീറ്റർ, മൾട്ടിമീറ്റർ. ഏതാണ് ടോൺ ടെസ്റ്റർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ക്ലാമ്പ് മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following meters can measure multiple quantities such as voltage, current and resistance? അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, ഓം മീറ്റർ, മൾട്ടിമീറ്റർ. ഏതാണ് മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേര് മൾട്ടിമീറ്റർ അല്ലേ? ഓപ്ഷൻ ഡി ആണ് മൾട്ടിമീറ്റർ. നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡിൽ ടൈപ്പ് ചെയ്തോണേ, എന്നാലും നമുക്ക് പെട്ടെന്ന് തീരും. വാട്ട് ടൈപ്പ് ഓഫ് മീറ്റർ ഷോൺ ഇൻ ദ ഇമേജ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ടോൺ ടെസ്റ്റർ, ക്ലാമ്പ് മീറ്റർ. വിച്ച് സിംബൽ റെപ്രസെൻറ്റ്സ് ഡി സി വോൾട്ടേജ് ഓർ കറണ്ട് ഓൺ എ മീറ്റേഴ്സ് ഡയൽ? ഏത് സിംബലാണ് ഡി സിനെ കാണിക്കുന്നത്? ഡി അല്ലേ? ഇങ്ങനെ ഒരു ലൈൻ ഡി സി, ഇങ്ങനെ ഇരിക്കുന്ന എ സി. ഇത് ഡി സി, ഇത് എ സി. അടുത്തത്, വാട്ട് ഈസ് ദ സിംബൽ ഓം ഇൻ എ ഓം മീറ്റർ റെപ്രസെൻറ്റ്സ്? അല്ല, ഓം മീറ്റർ അല്ല, ഓൺ എ മീറ്റർ റെപ്രസെൻറ്റ്. ഏത് മീറ്ററിനെ? അത് ഓം മീറ്റർ അല്ലേ? ഓം ഉള്ളത് ഓം മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഷണ്ട് ഓമീറ്റർ? ഷണ്ട് ഓമീറ്റർ ഒരു പ്രത്യേക ഓമീറ്റർ ആണ്. ടു മെഷർ ഹൈ വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ്, ടു മെഷർ ലോ വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ്, ടു മെഷർ വോൾട്ടേജ്, ടു മെഷർ കറണ്ട്. എന്തിനാണ് നമ്മൾ ഷണ്ട് ഓമീറ്റർ എന്ന് പറയുന്നത് സാധനം യൂസ് ചെയ്യുന്നത്? ടു മെഷർ ലോ വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ് കേട്ടോ, ലോ വാല്യൂസ് ഓഫ് റെസിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements are correct about ammeter? Ammeters are used to measure electric current in the circuit. Ammeters are connected in parallel to the circuit whose current is to be measured. There are two types of ammeter, DC ammeter and AC ammeter. ഓപ്ഷൻ എ ആണ് ആൻസർ. പാരലൽ അല്ലല്ലോ, അമ്മീറ്റർ സീരീസ് ആണ് കണക്ഷൻ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. റിഗാർഡിംഗ് വോൾട്ട്മീറ്റേഴ്സ്, which of the following statements are correct? Voltmeters are connected in series with the circuit. There are two types of voltmeter, DC voltmeter and AC voltmeter. Voltmeters are designed to have high resistance to reduce loading effect. ഓപ്ഷൻ എ തന്നെ, ഓപ്ഷൻ എ ആണ് ആൻസർ. എന്നാൽ തെറ്റാക്കാം. വോൾട്ട്മീറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ എന്താണ്? പാരലൽ. ഓക്കെ, വോൾട്ട്മീറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അടുത്ത ക്വസ്റ്റ്യൻ, which statements correctly describe the functions of a multimeter? Multimeter can measure voltage, current and resistance. It is also known as volt or milliammeter. Multimeters can only measure AC quantities. ഓപ്ഷൻ എ ആണല്ലേ, 1 and 2. തെറ്റല്ലേ? മൾട്ടിമീറ്റർ എ സി അല്ലല്ലോ, ഡി സി നമുക്ക് മെഷർ ചെയ്യാൻ പാടില്ല, റെസിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാം. അടുത്തത്, which of the following statements is are true about clamp meter? Clamp meters are used to measure current without disconnecting the circuit. They have jaws made with ferrite iron to detect the magnetic field generated by the current. Clamp meters can also measure voltage using probes. ഓപ്ഷൻ ഡി, all of the above. മൂന്ന് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിഗാർഡിംഗ് ഓം മീറ്റേഴ്സ്, which statements are accurate? An ohmmeter is used to measure the resistance of the circuit. There are two types of ohmmeters, series and shunt ohmmeter. Series ohmmeters are used for measuring low values of resistance. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. മൂന്നാമത്തെ തെറ്റാണ്. Which of the following statements is are correct about the symbols used in meters? Okay. ഏതാണ്? എ തന്നെ അല്ലേ? ഒന്നാമത്തെ രണ്ടാമത്തെ. ബി എന്ന് പറയുന്നത് അമ്മീറ്റർ അല്ലല്ലോ, വോൾട്ടേജിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, which statements correctly describe the types of measurements performed by various meters? Ammeters measure current and are connected in series with the circuit. Voltmeters measure the potential difference and are connected in parallel. Clamp meters cannot measure AC currents. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. ഓക്കെ,
ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഓപ്പറേഷൻ ഓഫ് എ PMMC, പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്? നമ്മുടെ ഒന്നാമത്തെ സെറ്റ് നിന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റ് ടു രണ്ടാമത്തെ PDF ഞാൻ ഇട്ടിട്ടില്ല, അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഡിആർസണൽ മൂവ്മെൻറ്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് അട്രാക്ഷൻ. ഏതാണ് PMMC കോയിലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ. ഡിആർസണൽ മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, which component in a PMMC instrument is responsible for holding the coil in the correct position when no current flows? Coil permanent magnet jewel bear control spring. ഏതാണ് കൺട്രോൾ സ്പ്രിങ്സ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതിലൂടെ സ്പീഡ് ടൈപ്പ് ചെയ്തോണേ. വാട്ട് ഈസ് എ PMMC ഇൻസ്ട്രുമെന്റ് നോട്ട് suitable for AC measurements? It has high power consumption. It only operates with DC due to the direction sensitivity of the magnetic field. It requires constant calibration. It is too delicate for AC currents. Option B ആണ്. It only operates with DC due to the direction sensitivity of the magnetic field. Okay. അടുത്ത question, what is one of the main advantages of using a PMMC instrument? Can measure both AC and DC, not affected by stray magnetic field, low cost and DC maintain high tolerance to mechanical stress. ഏതാണ് അഡ്വാൻറ്റേജ്? എന്താ മെയിൻ അഡ്വാൻറ്റേജ്? എല്ലാവരും കൂടുതലും ബി ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി തന്നെയാണ്, നോട്ട് അഫക്റ്റഡ് ബൈ stray magnetic field. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡാമ്പിംഗ് ഇൻ മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്, ടൈപ്പ് മീറ്റേഴ്സ്? To increase the speed of the pointer, to allow the pointer to swing back and forth freely, to control the swing of the coil so the pointer quickly comes to rest, to provide an additional force to the moving coil. Option C ആണ്, to control swing of the coil so the pointer quickly comes to rest. അടുത്ത question, what method is commonly used for calibrating voltmeters and ammeters? Oscilloscope method, potentiometer method, resonance method, capacitor discharge method. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following describes the attraction type of moving iron instrument? Operates based on the principle of magnetic repulsion, uses a permanent magnet to move the pointer, works on the principle of magnetic attraction between soft iron pieces and the electromagnetic coil, measures only high currents. ഓപ്ഷൻ അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓപ്ഷൻ സി ആണ് അല്ലേ, വർക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മാഗ്നറ്റിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ സോഫ്റ്റ് അയൺ പീസ് ആൻഡ് ദ ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, why periodic calibration of measuring instruments necessary? To change the internal components, to ensure accurate readings as instruments age over time, to maintain the battery life, to increase the point speed. B ആണല്ലേ, to ensure accurate readings as it instruments age or കുറേ നാൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അതാണ്. Which of the following statements is true or correct about the diagonal movement? It is based on the principle of permanent magnet type electric motor. Diagonal movement meters require a magnetic field to move the pointer. The pointer is driven by comparing the electric voltage current applied to the meter against an internal standard. ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1 and 2 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, റിഗാർഡിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് PMMC ഇൻസ്ട്രുമെന്റ്സ്, which of the following statements are correct? PMMC meters use a permanent magnet and a moving coil. The soft steel core helps to reduce the total air gap between the magnetic poles. PMMC meters can measure both the AC and DC quantities. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. എല്ലാവർക്കും അറിയാം, 1 and 2 ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എസിയും ഡിസിയും ഒരുമിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമല്ലോ.
അടുത്തത് which statements is correctly describes the operation of EMC terminal. The control spring holds the coil in position when no current flows through the coil. The deflecting force in PMMC meters is directly proportional to the current flowing through the coil. PMMC meters can only be used to measure AC currents. Option A ആണല്ലേ കറക്റ്റ്. ഓൺലി യൂസ് ടു മെഷർ AC കറണ്ട് തെറ്റാണ്. 1 ഉം 2 ഉം കറക്റ്റ്. Which of the following statements are true about the calibration of instruments? Calibration is required to ensure accurate measurements over time. Calibration is performed using high-grade standard instruments. PMMC meters do not require regular calibration. ഏതാണ്? 1 ഉം 2 അല്ലേ? Do not require അല്ലല്ലോ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Regarding damping in moving coil type meters, which statements are accurate? Damping helps the pointer to come to rest quickly without excessive oscillation. Without damping, the pointer may swing back and forth before settling. Damping increases the measurement of error in the meter. One and two are correct. അടുത്തത്. Which of the following statements are correct about the moving iron instruments? Moving iron instruments use a piece of soft iron that moves in a magnetic field. They are only suitable for DC measurements. The repulsion type works on the principle of magnetic repulsion between adjacent pieces of magnetized iron. Option A ആണല്ലേ? A ആണ്. അടുത്തത്. Which Immerse describes the advantages of PMMC instrument? PMMC instruments have uniform scales and can cover an arc of up to 270 degrees. They consume less power and are not affected by stray magnetic fields. PMMC instruments can be used for both AC and DC measurements. ആൻസർ എ ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്നുള്ളത്. ഞാൻ അയച്ചു തന്ന ഒന്നാമത്തെ ഇത് 2 പാർട്ട് ഉണ്ടായില്ലേ, 1 ഉം 2. അപ്പോൾ 1 കഴിഞ്ഞു, 2 ഒരു 2-3 പേജിൽ ഇവിടെ ചേർത്തിട്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് രണ്ടാമത്തെ പാർട്ടും പിന്നെ എക്സ്ട്രാ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഞാൻ പറയാം. എന്നിട്ട് അത്രയും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ സാറ്റർഡേ ആയിരിക്കും ക്ലാസ്. ഇനി മിക്കപ്പോഴും ദിവസങ്ങളിൽ തന്നെ ക്ലാസ് കാണും നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട്. നിങ്ങൾ അതുപോലെ നന്നായിട്ട് പഠിച്ചേക്കാം. Okay, thank you.